ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യലായിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. വളരെ രുചികരമായിട്ട് നല്ലൊരു പൈനാപ്പിൾ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് പൈനാപ്പിൾ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പൈനാപ്പിൾ ഞാൻ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു മൺചട്ടിയിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചേർക്കാവുന്നതാണ്. അത്യാവശ്യം എരിവുള്ളതാണെങ്കിൽ 2 പച്ചമുളക് തന്നെ ധാരാളം മതിയാവും. കൂടെ ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ഉപ്പും കൂടി, പിന്നീട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ചേർക്കേണ്ടത് ഒരു 1/4 കപ്പ് പൈനാപ്പിൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ആ ഒരു പൈനാപ്പിളിൻ്റെ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മളിതുപോലെ ഒരു അല്പം പൈനാപ്പിൾ ജ്യൂസാക്കി ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നമ്മുടെ പുളിശ്ശേരിയിൽ ഉണ്ടാവും. കൂടെ ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ശർക്കരയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ശർക്കര ചേർക്കേണ്ടത് നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ചിട്ടാണ്. പൈനാപ്പിളിൻ്റെ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടിയേക്കണം. മധുരം നല്ലതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം ശർക്കര ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് ഇനി വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 6-7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരല്പസമയമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ എല്ലാം നല്ല രീതിക്ക് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനിയിട്ട് ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു തേങ്ങാക്കൂട്ട് ചേർക്കാനായിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. കൂടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി, ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. കൂടെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്തൊരു കൂട്ട് നമുക്കിനി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങാക്കൂട്ടും ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് കൈയെടുക്കാതെ ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമ്മളിതിങ്ങനെ ഇട്ട് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഇങ്ങനെ പിരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ആ തേങ്ങാക്കൂട്ടിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് തൈര് ചേർക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. മൺചട്ടി ആയതിൻ്റെ പേരിൽ വീണ്ടും അത് തിളയ്ക്കും. ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ പുളിശ്ശേരിക്ക് തിളയ്ക്കുന്ന ചൂടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ചൂടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തൈര് ചേർക്കാവുന്നതാണ്. 1 കപ്പ് തൈരാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതിൻ്റെ ആ ഒരു കട്ടയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു തൈര് നമുക്കിതിലേക്ക് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തൈര് ഇതിലേക്ക് ചേർക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തൈര്, അതായത് തണുത്തിട്ടുള്ള തൈര് എടുക്കരുത് ഉടൻ തന്നെ. അതൊന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റിയിട്ട് വേണം തൈര് ചേർക്കാനായിട്ട്. അപ്പോൾ തൈരും ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഈ ഒരു സമയം ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ചെറിയൊരു താളിപ്പും കൂടി ചേർക്കാനായിട്ടുണ്ട്. താളിച്ച് ചേർക്കാനായിട്ട് ഒരു ചെറിയൊരു ചീനച്ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുഴുവൻ ഉലുവ ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ 3 വറ്റൽമുളകും കൂടി, കൂടെ ഒരു അല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വറുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മാത്രം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ മുളക് പൊടി ഒരല്പം ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു കളർ കൊടുക്കും കേട്ടോ നമ്മുടെ പുളിശ്ശേരിക്ക്. ഇനി നമ്മുടെ താളിച്ച് ചൂടോടുകൂടി തന്നെ പുളിശ്ശേരിയിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ താളിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സദ്യകളിൽ നമുക്ക് ഒഴിവാക്കാനാകാത്ത ഒന്ന് തന്നെയാണ് പുളിശ്ശേരി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു രീതിക്ക് ഒന്ന് പുളിശ്ശേരി തയ്യാറാക്കി നോക്കൂ. വളരെ രുചികരമായിട്ടുള്ളൊരു പുളിശ്ശേരി ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലൊരു പുളിശ്ശേരി സദ്യയ്ക്കൊപ്പവും ഊണിനൊപ്പവും ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.